ഓക്കെ, എല്ലാവരും നോക്കിയോ? വാ വാ വാ. നമ്മൾ എവിടെ പോവാണ്? ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അതെ, ഇത് നമ്മുടെ വേറൊരു ട്രാവൽ ബ്ലോഗ് എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഫാമിലിയുടെ ഒപ്പം അല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോകുന്നത്. അതും ഹോസ്പിറ്റലിൽ നിന്ന്. ഞങ്ങൾക്ക് കാർഡിയാക് സർജറി ഡേറ്റാബേസ് ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോവാം. പക്ഷേ നമ്മൾ ആദ്യം തൊട്ട് പറയണമല്ലോ, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നേരെ വീട്ടിൽ പോലും വരാൻ പറ്റാതെ നേരെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പോയത്. 7:50 ഒക്കെ ആയപ്പോഴത്തേന് ബസ് റോയൽ ഹോസ്പിറ്റലിന് അവിടെ വന്നു. ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് അവിടുന്ന് തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ ജബൽ അക്തറിലെത്തി. താഴെയാണ് ബസ് പാർക്ക് ചെയ്ത്, മേളിലോട്ട് ബസ് പോകില്ല. ഇതുപോലുള്ള 4 വീല് വണ്ടിയിലേ മേളിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ജബൽ അക്തർ. പക്ഷേ നമ്മുടെ വണ്ടിയിൽ ഈ ജബൽ അക്തറിന് പോകാൻ പറ്റില്ല, നമുക്ക് 4 വീലില്ല. നമ്മുടെ വണ്ടി ഇത് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനോട്ട് പോയിട്ടുമില്ല. അങ്ങനെ അത് മാത്രമല്ല, ഇതിനൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഉള്ള ഒരു അടിച്ചുപൊളി പോക്കായിരുന്നു തന്നെ പറയണം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോലും വരാതെ നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ റെഡി ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇറങ്ങിയതാണ് നിങ്ങൾ ആദ്യം കണ്ടത് കേട്ടോ. താഴെ ബസ് അപ്പോൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് അവിടുന്ന് നേരെ യാത്രയായി. ഈ പ്രാവശ്യത്തെ ഈ ഒരു പ്രോഗ്രാമിനാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. മാക്സിമം എല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇൻചാർജിനെ എടുത്തു പറയണം. ഇൻചാർജ് ഞങ്ങൾക്കെല്ലാം ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് വന്ന് പോകാൻ താല്പര്യമുള്ള എല്ലാവർക്കും പോകാനുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുത്ത്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മസ്കറ്റ് താമസിക്കുന്ന നമുക്ക് ഇവിടുന്ന് നിസ്വയിലോട്ട് ഇത്രയും ദൂരം വരാൻ വേണ്ടി ബസ് വരെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് അവിടുന്ന് ജബൽ അക്തറിലെത്തി. അത് കഴിഞ്ഞ് നമ്മുടെ ആ റിസോർട്ടിലോട്ട് പോകാനായിട്ട് 31 കിലോമീറ്റർ ആണ്. ആ ബോർഡ് നിങ്ങൾ കണ്ടില്ല, അതെ, ഇഡുസിറ്റ്. അങ്ങനെ ഞങ്ങൾ 5 വണ്ടിയിലായിട്ടാണ് ഇവിടെ എത്തിയത്. ഇതാണ് കേട്ടോ ആ റിസോർട്ട്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇതിന്റെ വ്യൂ നല്ല സൂപ്പറാണ് കേട്ടോ. അതെ, ഒരു സത്യം പറയട്ടെ, ഇത് ഇവന്റ് സംഭവിച്ചത് 19-ാം തീയതിയാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഡ്യൂട്ടി, പിന്നെ വീട്ടിലെ തിരക്ക്, പിന്നെ ഓണത്തിൻ്റെ പ്രാക്ടീസ്, ഓണപരിപാടികൾ, ഇതെല്ലാം കൂടെ കാരണം എനിക്കിത് എഡിറ്റ് ചെയ്ത് ഇത്രത്തോളം എത്തിക്കാനായിട്ട് കുറച്ച് സമയമെടുത്ത്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ, ഇത്രയും ലേറ്റ് ആയതിന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പം വീണ്ടും ഈ മസ്കറ്റിനോട് ഇത്രയും ഇഷ്ടവും സ്നേഹവും തോന്നാനുള്ള എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സർക്കിളാണ്. ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ എൻ്റെ കാർഡിയാക്കോറ്റിയിലെ ഹാപ്പിനെസ് തന്നെയാണ്. കാരണം ഇത്രത്തോളം സന്തോഷം തരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് വരെ, നാളെ എനിക്കറിയില്ല, ഞാനിത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിത് ഓൾറെഡി അറിയാം. എപ്പോഴും നിങ്ങൾ ചിന്തിക്കരുത് ഇവിടെ എന്തിനാ ഇത് എപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കുന്നതെന്ന്. അങ്ങനെയാണ്, പക്ഷേ അതൊന്ന് എടുത്തു പറയാൻ അത്രയ്ക്കൊരു ഹാപ്പിനെസ് ഉണ്ട് എനിക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ ഡുസിറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നൈറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് പോകുന്നതായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വണ്ടിയിൽ വന്ന് അന്താക്ഷരമൊക്കെ കളിച്ചപ്പോഴും നൈറ്റിന് ക്ഷീണം കാണിച്ചില്ല. അപ്പം ഇനി അടുത്ത് എന്താ, അവിടെ ക്ലാസ്സിന് കയറി ഇരിക്കുമ്പോഴത്തേന് നമുക്ക് ക്ഷീണം വരരുതല്ലോ, ഉറങ്ങരുതല്ലോ. അപ്പോൾ അവിടെ ഓൾറെഡി വെൽക്കം ചെയ്യാനായിട്ട് നമുക്ക് കോഫിയും ടീയും നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു കോഫിയൊക്കെ എടുത്ത് ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമുള്ളത് എന്താണ് അതൊക്കെ എടുത്ത് ഞങ്ങൾ ഈ ഹാളിലോട്ട് അങ്ങ് എൻ്ററായി. ഡേറ്റാബേസ് പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഫോട്ടോസോ റീൽസോ കിട്ടിയ സമയം യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമ്പം നമുക്ക് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുത്തു തരാനും എല്ലാത്തിനും അവർ റെഡിയാണ് കേട്ടോ. ഇപ്പോൾ റീൽസ് എടുക്കാനായിട്ട് അവരാണേലും ഇങ്ങോട്ട് പറയും നമുക്കൊരു റീൽസ് എടുത്തല്ലോ. കാരണം അത്രയ്ക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സിനെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് എൻ്റെ കാർഡിയാക്കോറ്റിയിൽ കേട്ടോ. ഈ ഇവൻറ്റിനകത്ത് കാർഡിയാക്കോറ്റിയിൽ ടീമുണ്ട്, വാർഡിലുള്ളവരുണ്ട്, ICUലുള്ളവരുണ്ട്. സത്യം പറഞ്ഞാൽ കൂടുതലും കാർഡിയാക്കോറ്റിക്കാരാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓടിപ്പോയി ഞങ്ങൾ ബ്രേക്ക് എടുത്തു. ഫുഡ് അടിച്ചിട്ടില്ലായിരുന്നല്ലോ, ഒരു കോഫിയും കുടിച്ച് കയറിയതല്ലേ, ഇടയ്ക്ക് ഉറക്കം പോലൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ അത്ര പറയുകയാണെങ്കിൽ ഉറങ്ങാനുള്ളൊരവസരമൊന്നും കിട്ടിയില്ല. അതിനിടയ്ക്ക് ബ്രേക്ക് ടൈമായി, നമ്മൾ ബ്രേക്ക് കഴിക്കാനായിട്ട് ഇറങ്ങി. പിന്നെ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സ്നാക്സും കേക്കും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു, സാൻഡ്വിച്ചും എല്ലാം. എനിക്ക്
മോർണിംഗിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോർണിംഗ് നമുക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ കേരളീയ തനിമയിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സാഹചര്യം ഇതായിരുന്നല്ലോ, നമുക്ക് കിട്ടിയില്ല. നമുക്ക് കിട്ടിയത് സാൻഡ്വിച്ചോ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അങ്ങ് സെറ്റാക്കി. ആ സാൻഡ്വിച്ചൊക്കെ ഞാൻ എടുത്തെങ്കിലും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേണ്ടവർക്കൊക്കെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങളങ്ങ് എൻജോയ് ചെയ്ത് ഉള്ള സ്നാക്സൊക്കെ വെച്ച് അങ്ങ് അടിപൊളിയാക്കി. ഇരിക്കട്ടെ, കൂടെ ഒരു സപ്പോർട്ടിന് ഈ ഡ്രിങ്ക്സും. പേടിക്കണ്ട കേട്ടോ, ആപ്പിൾ ജ്യൂസ് ആണേ, കളർഫുൾ ആയിരുന്നേ ഉള്ളൂ. അങ്ങനെ ലൈറ്റ് ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂഷൻ ഓഫ് പ്രസൻറ്റേഷൻ അതും എല്ലാം കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയപ്പോഴെന്താ പിന്നെ ലഞ്ച് ടൈമായി. ലഞ്ച് ടൈമിന് മുമ്പ് നമ്മളൊന്ന് അന്തരീക്ഷം ഒന്ന് നിരീക്ഷിച്ചേക്കാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ ഡോക്ടർ നീതിൽ കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. നമിത, ഈ വായിട്ട് നിൽക്കുന്ന ആളാണ് എലിസബത്ത്, മറ്റേ ആളാണ് മിത. അങ്ങനെ ഓരോരുത്തരും ഉണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് എന്താണ് എൻജോയ് ചെയ്യുന്നത്, എവിടെ നിന്നാലാണ് ഫോട്ടോ അടിപൊളിയാക്കാവുന്നത്, ഏത് ഫോട്ടോയാണ് ഏത് പോസിലാണ് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഞങ്ങൾ ഓരോരുത്തരും നിന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലഞ്ച് ടൈമായി. ഈ ഇരിക്കുന്ന ഓപ്പോസിറ്റ് രണ്ടുപേർ ഇരിക്കുന്നുണ്ടോ? ദേ കണ്ടോ, ഇതാണ് സൗമ്യയും സോണിയും. ഇവർ സിസ്റ്റേഴ്സാണ് കേട്ടോ, നമ്മുടെ കാടിയാക്കൊറ്റിയിലുള്ള സിസ്റ്റേഴ്സാണ് അവർ. അങ്ങനെ ഒരു ഭാഗ്യം അവർക്കുണ്ടായി. സിസ്റ്റേഴ്സിന് ഒരുമിച്ച് കാടിയാക്കൊറ്റി വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ലഞ്ച് കഴിച്ചപ്പം പറയുവാണെങ്കിൽ ഒരുപാട് ഡിഷും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സത്യം പറയാലോ, എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല, ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് പറയാൻ. പക്ഷെ അടിപൊളി ലുക്കായിരുന്നു എല്ലാ ഫുഡും. പിന്നെ ഞാൻ ബട്ടർ നാനും ഫിഷ് കറിയാണ് കഴിച്ചത്. അതാണ് എനിക്ക് ഉള്ളതിൽ ഇഷ്ടപ്പെട്ടത്. പോയതല്ലേ, അപ്പം ഞാനും ഇതേം കൂടി ഒരു ഫോട്ടോയും അങ്ങ് എടുത്ത്. ഫുഡ് മുഖ്യം പിക്കിലേന്നാണല്ലോ, റീൽസിനൊപ്പം ഫുഡ് മുഖ്യമാണല്ലോ നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഈ ഫുഡിനകത്ത് ഏറ്റവും നല്ല ഫുഡ് ഏതാണ് കഴിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചോദിക്കുന്ന ആരോടാ? നമ്മുടെ നമിതയോട്. ഇപ്പം നമ്മൾ കണ്ടത് സാറയാണ് കേട്ടോ. നമിതയുടെ ശിക്ഷണത്തിൽ ഞങ്ങൾ ആവശ്യമുള്ളതും ടേസ്റ്റ് ചെയ്യേണ്ടതും ഒക്കെ എടുത്ത് ഞങ്ങൾ നോക്കി. അവസാനം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ടായിരുന്നു ലഞ്ച് ബ്രേക്ക്. അതും കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങിരുത്. എല്ലാവരും ഉണ്ട് കേട്ടോ, കാടിയാക്കൊറ്റിയിലും കാർഡിയക് നാഷണൽ ആർട്സ് സെന്ററിലെ ടീമാണ് ഇവരെല്ലാവരും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി. ദേ നിൽക്കുന്ന ഒലീവ് മരം, ഞാൻ കണ്ടിട്ടില്ല ഒലീവ് മരം. ഞാൻ കണ്ടു. അപ്പം ഞാൻ ഓർത്തു ഞാൻ കണ്ടതില്ല, അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് ഓർത്തു. ഇതാണ് കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈം ഒലീവ് കാണുന്നത് മസ്കറ്റ് വന്നിട്ട് ലുലുവിലാണ് ഒലീവ് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ കാണുന്നത്. അത് നമ്മുടെ ആ വിനിഗറിനകത്ത് കിടക്കുന്ന ഒലീവ്, അല്ലാതെ ഞാൻ ഈ മരത്തിലുള്ള ഒലീവ് കണ്ടിട്ടില്ല. അങ്ങനെ അതിനൊരു അവസരവും കൂടി കിട്ടി. പിന്നെ ഇത് കണ്ടോ, അത് പിള്ളേർക്ക് കളിക്കാനുള്ള റൈഡാണ്. ഞങ്ങളെല്ലാവരും ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. എവിടെ പോകാനാണെന്നല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഓൾറെഡി 5 വണ്ടിയിലാണല്ലോ നമ്മൾ താഴേന്ന് മേലോട്ട് വന്നത്. ഇനി ഈ 5 വണ്ടിയെ തന്നെ ഞങ്ങളിവിടെ 2 സ്ഥലത്ത് കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. ഓരോ 5 പേര് വെച്ച് ഓരോ വണ്ടിയിൽ കയറി ഞങ്ങളങ്ങനെ 5 വണ്ടിയിലായിട്ട് ഞങ്ങൾ ഇനി ആ സ്ഥലത്തോട്ട് പോവാണ്. ഞാനും ഗ്രേസും സിജി മുരുകണ്ണനും കൂടിയാണ് ഒരു വണ്ടിയിൽ. ഞങ്ങൾ ഫസ്റ്റ് പ്ലേസിൽ എങ്ങനെ എത്തി? ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലേസ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഖത്തറിലുള്ള ഏതോ ഒരു ബിൽഡിംഗ് കാണാമെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഫിഷിൻ്റെയും ഡൈനോസറിൻ്റെയും ഫോസിലും നമ്മളെ കാണിച്ചു തന്നു കേട്ടോ. സത്യം പറയട്ടെ, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് അത് ഇല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞത്. അത് വെരി സോറി കേട്ടോ, അത് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫസ്റ്റ് സൈറ്റിന് ശേഷം രണ്ടാമത്തെ സ്പോട്ടിലോട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഡ്രൈവർ ചേട്ടനെ കമ്പനി അടിച്ച് ചേട്ടനെ കൊണ്ട് കുറേ ഫോട്ടോസ് എടുത്ത്. അതാണ് വണ്ടിയിൽ നിൽക്കുന്ന ഫോട്ടോസ് നിങ്ങൾ കണ്ടേ. ഞാനും നിമ്മി ഡെല്ലയും ആനയും കൂടി ഉള്ളത്. ഇനി നമ്മൾ എത്തിയേക്കുന്ന ഇതാണെങ്കിൽ ഒരു പൊമിഗ്രാനൈറ്റിന്റെ ഫാമാണ് കേട്ടോ. ഇതോ കണ്ടോ, എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണല്ലേ. സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴും ഞാൻ ചോദിക്കുന്നത് ഒരെണ്ണം പറിച്ചോട്ടെ എന്നാണ്. അപ്പത്തേനും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറിക്കരുതെന്ന്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു
നമുക്ക് മാനത്തെ മണിത്തുമ്പമൊത്തെ ചേട്ടാ ആ റീൽ എടുത്ത് തരുമോ എന്നുള്ള ആ റീല് ചെയ്താലോ എന്ന്. ആ എന്നാ പിന്നെ പോയതല്ലേ, അങ്ങനത്തെ ആ റീലും കൂടി ചെയ്തേക്കാന്ന്. തേ എന്നാ പറയേണ്ട താമസം, എല്ലാവരും കൂട്ടി നിൽക്കുക കണ്ട. ഞങ്ങൾ അങ്ങനെ ആ റീലും ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങ് കയറുക. കയറിയ വഴിക്ക് തന്നെ അവിടെ എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് പാസ് ഉണ്ട്. അത് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ വകയാണ് പാസ് റെഡിയാക്കി തന്നെ. പിന്നെ നമുക്കൊരു ജ്യൂസ് കിട്ടി. പൊമഗ്രാനൈറ്റിൻ്റെ ഫ്രഷ് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സൂര്യപ്രകാശം ഇങ്ങനെ നമ്മുടെ ആകാശത്തു നിന്ന് ബ്രേക്ക് ആയിട്ട് വരുന്ന പോലെ കണ്ടേ. അപ്പം അതും ഒന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് ഓർത്ത്. ഇത് ഫ്രഷ് ആയിട്ടുള്ള പൊമഗ്രാനൈറ്റ് അവർ സെഗ്രിഗേറ്റ് ചെയ്ത് നല്ലതും പിന്നെ ജസ്റ്റ് ചെറുതായിട്ട് പൊട്ടിയതും ഒക്കെ മാറ്റി വെച്ചേക്കുന്നതാണ്. അത് ഒരു ട്രേക്ക് 4.5 റിയാലാന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഒരു ചെറിയ സൂ ഉണ്ട് കേട്ടോ, പക്ഷെ അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ടൈം ആയില്ലായിരുന്നു. അവിടെ ഫാമേഴ്സിൻ്റെ മാർക്കറ്റ് ഉണ്ട് എവരി ഫ്രൈഡേ. ഇത് സൂയിൽ നമ്മൾ വെളിയിൽ നിന്ന് ജസ്റ്റ് കണ്ടു. അത് കഴിഞ്ഞ് കണ്ടപ്പോൾ ഒരു പ്രത്യേക കാഴ്ച കാണാൻ ഇടവന്നു. എന്താണെന്നല്ലേ, ഇവിടെ ഇരിക്കുന്ന ഈ വാഷ് ബേസിൻ കണ്ടോ, അവിടെ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് തുറക്കുമ്പോൾ നമുക്ക് പൊമഗ്രാനൈറ്റിൻ്റെ ജ്യൂസാണ് വരുന്നത്. അതിന് നമ്മൾ 500 പൈസ പേ ചെയ്താൽ നമുക്ക് അതിനകത്തുനിന്ന് ജ്യൂസ് എടുക്കാം. അതാണ് മിത എന്നോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണ്ടെ അങ്ങനെ നമ്മൾ ചെന്നപ്പോഴാണ് അങ്ങനെ കുറെ നടന്ന് മടുത്തപ്പം ആഹാ പാട്ട് കേട്ടേക്കാം എന്ന് കരുതി എല്ലാവരും ഈ ഹാളിലോട്ട് കയറി. എലിസബത്തും നാമിതയും മിതയും നിമ്മിയും ലിജിനും. ആഹാ അതിൻ്റെ ഒപ്പം നല്ല ഫോട്ടോ പരിപാടിയും നടക്കുന്നുണ്ട്. മിതയാണ് കേട്ടോ ഈ ഷോപ്പിൽ കയറിയേക്കുന്നത്. ഇത് കണ്ടാൽ കൊള്ളാലോ എന്ന് പറഞ്ഞ് പക്ഷേ മേടിച്ചില്ല. ഇവരെല്ലാമാണ് നമ്മുടെ കൂടെ ബസ്സിലുണ്ടായിരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം 2 ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ. നമ്മുടെ അന്താക്ഷരി കേട്ടപ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കുക എന്താണ് ഗാ എന്താണ് ദാ സൊമ്മാന്ന്. നമ്മൾ ഗായും ദായും വെച്ചാൽ കൂടുതലും പാട്ട് പാടിയേ. ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ. ചേട്ടനാണ് കുറേ റീൽസൊക്കെ എടുത്തു തന്നത്. അങ്ങനെ 4 പാക്കറ്റ് പൊമഗ്രാനൈറ്റും നമുക്ക് വാങ്ങിത്തന്നു. നമ്മൾ അതുമായിട്ട് നേരെ പോവാ ബസ്സിലോട്ട്. 5:30 ആകുമ്പോഴാണ് ബസ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ്. അപ്പോൾ തിരിച്ച് വീണ്ടും താഴെ എത്തണ്ടേ, 31 കിലോമീറ്റർ താണ്ടി. അങ്ങനെ ഇറങ്ങിയപ്പോൾ എന്താ ഒരു നല്ല മഴക്കോളൊക്കെ ഉണ്ട്. ആ ഭാഗ്യം, ഞങ്ങൾക്ക് മസ്കറ്റ് കിട്ടാത്ത ഒരു സാധനം കൂടി ഇവിടുന്ന് കിട്ടി. എന്താണ്, മഴയും കാണാൻ പറ്റി. അങ്ങനെ നല്ല മഴയായിരുന്നു. നല്ലതെന്ന് തന്നെ പറയാം. ഞങ്ങൾ താഴെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയത്താണ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബസ്സിലോട്ട് കയറിയത്. കണ്ടോ എന്ത് നല്ല വെള്ളം ഒഴുകുന്നേ. നിങ്ങളോർക്കും ഇതെന്താ, ഇതൊക്കെ ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരെ. ഇവിടെ ഈ മഴയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. അത്ര ചൂടല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു പോയപ്പം അങ്ങോട്ട് പോയ എനർജി ഒന്നും കണ്ടില്ല, പൂസായിപ്പോയി. എല്ലാവരും നൈറ്റിൻ്റെ ക്ഷീണവും നടന്നതിൻ്റെ ക്ഷീണവും ഒക്കെ തീർത്ത്. ഞാനും നിമ്മിയും ആനിയും അപ്പോഴേ പൂസായി. ഞങ്ങൾക്കായിരുന്നല്ലോ നൈറ്റ്. ആഷ ചേച്ചി കളിയാക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അടിപൊളിയായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് മസ്കറ്റിലെത്തി. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഞാനും മിതയും ഗ്രേസും ബിൻസിയും കൂടെ പോന്നു. ഗ്രേസിനും ബിൻസിക്കും നൈറ്റ് ഷിഫ്റ്റ് ആണ് കേട്ടോ. അവരിനി പോയി റെഡി ആയിട്ട് ഇനി അവർ നൈറ്റിന് പോകും. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.